ഈ മണിക്കൂറിൽ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചു. ലൈംഗിക ആരോപണത്തിന് പിന്നാലെയാണ് രാജി. മോഹൻലാലിന് കത്തയച്ചു. അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുമെന്ന സൂചനകൾ, ഓൺലൈൻ യോഗം ചേരുമെന്ന സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നത്. ഉമേഷ്, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടതാണ്, വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു ആരോപണം ഉയർന്നൊരു രാത്രി പിന്നിടുമ്പോൾ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് സിദ്ദിഖ് കടന്നിരിക്കുന്നു. വെറും 2 വരിയിൽ ഒതുങ്ങിയിരിക്കുകയാണ് രാജിക്കത്ത്. ഈ ഒരു സാഹചര്യത്തിൽ രാജിവെച്ച് മാറി നിൽക്കുന്നു എന്ന വാക്കിൽ മാത്രമാണ്. വിശദമായ പ്രതികരണത്തിലേക്ക് സിദ്ദിഖ് കടക്കുമോ? ആ നിലയ്ക്കുള്ള തീരുമാനങ്ങൾ സിദ്ദിഖ് അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളോട് അടക്കം വിശദമായ പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വരും കാവ്യ. അത് ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാത്തത്. നിലവിൽ അദ്ദേഹം കൊച്ചിയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ വ്യക്തത വന്ന ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കും എന്ന് മനസ്സിലാക്കുന്നു. കാരണം അഭിമുഖീകരിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ട് താനും. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തന്നെ വൈകി, അമ്മ സംഘടന പ്രതികരിക്കാൻ വൈകി എന്നൊരു ആരോപണം നേരത്തെ ഉയർന്നതാണ്. 4 ദിവസത്തിന് ശേഷം ആണ് ഒടുവിൽ അമ്മ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് അന്ന് മാധ്യമങ്ങളെ കണ്ടത്. പക്ഷേ ഇപ്പോഴതല്ല സാഹചര്യം. അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ അതിലെതിരെ ചില മൊഴികളുണ്ട് എന്ന് പറയുമ്പോൾ അത് ആർക്കെതിരെയാണ് ആരോപണം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ, ഇതുവരെ തൻ്റെ അറിവിൽ അത്തരത്തിലൊരു പരാതിയൊന്നും വന്നതായി അറിവില്ല, 40 വർഷമായി താൻ മലയാള സിനിമയിലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നിലവിൽ ആ സാഹചര്യമല്ല. സിദ്ദിഖിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് നടി രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് എവിടെ വെച്ചാണ്, എപ്പോഴാണ് ആ അനുഭവം ഉണ്ടായത് എന്നൊക്കെ ആ നടി അക്കമിട്ട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ രാജി തീരുമാനത്തെ പലരും സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിലുപരി ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം നേരിടുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ? പ്രത്യേകിച്ച് താരസംഘടനയടക്കം വലിയ പ്രതിരോധത്തിലാണ്. അന്ന് ഇങ്ങനെ ഈ ഒരു സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആരും കരുതിയിരുന്നില്ലായിരിക്കാം ഒരുപക്ഷെ സിദ്ദിഖിനെതിരെ തന്നെ ഇത്രയും വലിയൊരു ആരോപണം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പക്ഷേ അമ്മ നേതൃത്വത്തിലുള്ളവർ പോലും ചിലപ്പോൾ ഒരുപക്ഷെ കരുതിയിരിക്കില്ല. പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ അമ്മ സംഘടനാ നേതൃത്വത്തിന് വലിയൊരു ആശയക്കുഴപ്പം അവർക്ക് മുമ്പിലുണ്ട്. ഈ ആരോപണം, ആ ആരോപണത്തെ തള്ളുകയാണോ കൊള്ളുകയാണോ, സിദ്ദിഖിനെ തള്ളണോ കൊള്ളണോ എന്നൊക്കെയുള്ള വലിയ ആശയക്കുഴപ്പം അവർക്ക് മുൻപിലുണ്ട്. ഈ നേതൃത്വത്തിലുള്ളവർ തന്നെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അടക്കമുള്ളവർ തന്നെ ഈ സിദ്ദിഖിൻ്റെ രാജിയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ സിദ്ദിഖിനെ പിന്തുണയ്ക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അവർ ഒരു പക്ഷേ പുറത്തക്കാര്യം പറയുന്നില്ല എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ചൊവ്വാഴ്ചയായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എന്ന് ജഗദീഷ് പറഞ്ഞെങ്കിലും അതുവരെ പോകാനുള്ള സാധ്യതയില്ല. അതിനു മുൻപായി തന്നെ ഓൺലൈനായി ഒരു യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് അവർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ അടിയന്തരമായി ഒരു ഓൺലൈനിൽ യോഗം ചേർന്ന് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് രൂപപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യത്തിൽ പകരം ചുമതല ആർക്ക് നൽകണം, ഇനി സിദ്ദിഖിൻ്റെ കാര്യത്തിൽ സംഘടന സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആ ഒരു തീരുമാനം ഇന്നുണ്ടാകുമോ, അത് ഇന്ന് തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ഒരുപക്ഷെ ചൊവ്വാഴ്ച നേരിട്ട് യോഗം ചേരുന്ന സമയത്തായിരിക്കും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത. ജഗദീഷ് ആ തരത്തിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഏതായാലും ഇന്ന് തന്നെ ഓൺലൈനായി ചേർന്ന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സിദ്ദിഖിൻ്റെ കാര്യത്തിൽ എന്താണ് താരസംഘടനാ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട്, പകരം ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ, അത് ആരായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില സൂചനകളെങ്കിലും ഇന്ന് പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതിരോധത്തിലാണ് സംഘടന, വലിയ പ്രതിസന്ധികളിലൂടെയാണ് സംഘടന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അംഗത്തിനെതിരെ എന്നുള്ളതല്ല, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ വലിയ ഗുരുതരമായ ആരോപണം ഒരു നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഇതിൽ പരാതിയായി പോലീസിന് ലഭിച്ചാൽ ഉടൻ തന്നെ അടിയന്തര നടപടി ഉണ്ടാകുമെന്നുള്ളത് സർക്കാരും അറിയിച്ചിട്ടുള്ളതാണ്. ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ ഒരു നിമിഷം പോലും വൈകാതെ കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് മന്ത്രി സജി ചെറിയാനടക്കം നേരത്തെ വ്യക്തമാക്കിയത്. ആ സാഹചര്യത്തിൽ